സന്തോഷത്താൽ നിറയ്ക്കുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഈ മഹാവ്യാധിയും നീങ്ങി പോകുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. ഭൂമി മുഴുവൻ തേജസ്സാൽ നിറയുമേ. കർത്താവിൻ്റെ വന്ദിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ആ ഒരു ദിവസം കൂടെ നമുക്ക് തന്ന ദൈവിക സാവകാശത്തിനായി നന്ദി പറയുകയാണ്. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ചിട്ടാണ്. ഗ്ലോറിയസ് ലൈഫ് എന്ന് പറയുമ്പോൾ നമ്മൾ ദൈവവചനത്തിൽ നിന്നൊക്കെ കേട്ടിട്ടുള്ളത് മേഘമിറങ്ങി നിന്ന അനുഭവങ്ങളാണ്. എന്നാൽ ഗ്ലോറിയസ് ലൈഫിനെ കുറിച്ചിട്ട് ദൈവവചനം പറയുന്നത് ആ ലിമിറ്റേഷൻസിനപ്പുറത്ത് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഗ്ലോറിയസ് ലൈഫിലാണ് ആയിരിക്കുന്നത്. അതായത് നമ്മുടെ കഴിവുകൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമായ ഒന്നിൽ അതെങ്ങനെയാണ് ഒരു വ്യക്തി ആയിത്തീരുന്നത്? എങ്ങനെ നമുക്ക് അങ്ങനെ ആകാനായി കഴിയും? നമ്മൾ പലപ്പോഴും ഇമാജിനേഷനെയോ അല്ലെങ്കിൽ സ്വപ്നം കാണുന്നതിനെയൊക്കെ ദൈവത്തിൽ നിന്നാണോ എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാൽ ഇന്നത്തെ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിൽ കൂടെ ആ ദൈവത്തിൻ്റെ മഹത്വം നിങ്ങളിൽ വെളിപ്പെടുന്ന, അല്ലെങ്കിൽ ആ വിധത്തിലൊരു അനുഭവത്തിലേക്ക് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ഗ്ലോറി അനുഭവിക്കുന്ന അനുഭവത്തിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകട്ടെ. നമുക്ക് മെസ്സേജിലേക്ക് പോകാം. I was thinking imagination is a wrong thing. ഞാൻ ചിന്തിച്ചിരുന്നത് സങ്കൽപ്പിക്കുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമാണെന്ന്. But imagination is the gift of God. അത് സങ്കൽപ്പിക്കുക എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. As like the faith. Amen. അത് വിശ്വാസം പോലെ തന്നെ ദൈവത്തിന്റെ ഗിഫ്റ്റ് ആണ്. It is another gift in the faith. അത് വിശ്വാസത്തിന്റെ അടുത്തൊരു ഗിഫ്റ്റ് ആണ് സങ്കൽപ്പിക്കുക എന്ന് പറയുന്നത്. When you hold the word tightly, confess it and imagine what you confess happening to surrounding your life. നിങ്ങളുടെ വചനത്തെ മുറുകെ പിടിച്ചതിന് ശേഷം നിങ്ങൾ അത് ഏറ്റുപറയുന്ന കൂടാതെ നിങ്ങൾ സങ്കല്പിക്കണം എന്താണോ നിങ്ങൾ ഏറ്റുപറഞ്ഞത് ആ കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റും നടക്കുന്നു എന്നുള്ളത്. Will you please stand up with me? എന്നോട് നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? I don't know which word you are going to confess now. എനിക്കറിയത്തില്ല നിങ്ങൾ ഏത് വാക്യമാണ് നിങ്ങൾ ഇപ്പോൾ പറയാൻ പോകുന്നത്. Which area you want to see a manifestation now? ഏത് മേഖലയിലാണ് വെളിപ്പെടുത്തൽ ആവശ്യമെന്ന് എനിക്കറിയത്തില്ല. But you have to believe it now. പക്ഷേ നിങ്ങൾ വിശ്വസിക്കേണ്ട ആവശ്യമാണ്. If you are lacking the word, that means you are losing the meditations. നിങ്ങൾക്ക് വാക്യം നിങ്ങളുടെ കയ്യിൽ വരുന്നില്ല എങ്കിൽ നിങ്ങൾ ധ്യാനിക്കുന്നത് കുറവാണെന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഞായറാഴ്ച വന്ന് പ്രസംഗിക്കാൻ വന്നിരിക്കുക, തലയിലൊന്നും ഇല്ലെന്ന് അതിന്റെ അർത്ഥം. അങ്ങനെയുള്ളവരോട് ഇപ്പൊ ഇത് പറയുന്ന കേറത്തില്ല. കേറുന്നവരുടെ ഉള്ളിൽ കയറട്ടെ. ആരുടെയെങ്കിലും ഉള്ളില് ദൈവം ഇടപെട്ടു എന്ന് തോന്നുന്നൊരു വാക്യമുണ്ടോ? ആ വാക്യത്തെ ഏറ്റുപറയണം. ഏറ്റുപറഞ്ഞിട്ട് പറയണം അതിന്റെ ചുറ്റും വെളിപ്പെടുകയാണ്. എന്നോട് കർത്താവ് പറഞ്ഞു, the unmeasurable richness of glory, richness of Christ going to manifest in your life. നിങ്ങൾക്ക് കണക്ക് കൂട്ടാൻ പറ്റാത്ത സമൃദ്ധി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാനായി പോകുന്നു. Is God spoke to me? അത് എന്നോട് സംസാരിച്ചതാണ്. Then I started to imagine. ഞാൻ അപ്പോൾ സങ്കൽപ്പിക്കാൻ തുടങ്ങി. I started to confess. അത് ഞാൻ ഏറ്റുപറയാൻ തുടങ്ങി. Oh, surrounding me. എന്റെ ചുറ്റുപാടുമുള്ളത്. The wealth of the nations surrounding me. രാജ്യങ്ങളുടെ സമ്പത്ത് എന്റെ ചുറ്റുമായി. I am going to eat the wealth of the nations. ഞാൻ രാജ്യങ്ങളുടെ സമ്പത്തിനെ ഭക്ഷിക്കാനിടയാകും. I confess. ഞാൻ അത് ഏറ്റുപറഞ്ഞു. And imagine. അത് സങ്കൽപ്പിച്ചു. Imagine. ഞാൻ സങ്കൽപ്പിച്ചു. And confess. ഞാൻ ഏറ്റുപറഞ്ഞു. ഏതു വാക്യമാ നിങ്ങളുടെ തലയിൽ കേറിയിട്ടുള്ളതെന്ന് എനിക്കറിയത്തില്ല. കേറിയത് പറഞ്ഞിട്ട് ഇമാജിൻ ചെയ്താൽ അത് നിങ്ങൾക്ക് വെളിപ്പെട്ടു വരും നിശ്ചയം. If you have a word for your business, നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വാക്യമുണ്ട്. if you have a word for your child, നിങ്ങളുടെ കുഞ്ഞിന് വേണ്ടി നിങ്ങൾക്ക് ഒരു വാക്യമുണ്ട്. if you have a word for your job,
നിന്റെ ജോലിക്ക് വേണ്ടി നിനക്കൊരു വാക്യം if you have a word for your health, നിന്റെ ആരോഗ്യത്തിന് വേണ്ടി നിനക്കൊരു വാക്യമുണ്ടെങ്കിൽ confess it. അത് ഏറ്റുപറഞ്ഞാട്ടെ. I am confessing what God spoke to me. എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ God ഏറ്റുപറയാറുണ്ട്. spoke to me. എന്നോട് ദൈവം പറഞ്ഞ കാര്യങ്ങൾ. Hallelujah. He spoke to me. You will eat the wealth of the nations. അവൻ എന്നോട് പറയാനുണ്ട്, നീ രാജ്യങ്ങളുടെ സമ്പത്തിനെ അനുഭവിക്കാൻ You will experience the glory of the nations. നീ രാജ്യങ്ങളുടെ മഹത്വത്തെ നീ അനുഭവിക്കാൻ ഇടയാകും. Are you following me? നിങ്ങൾ എന്നോട് പിന്തുടരുന്നുണ്ടോ? When I am confessing, ഞാൻ അത് ഏറ്റുപറയുന്ന സമയത്ത് I am imagining. ഞാൻ അത് സങ്കല്പിക്കാൻ I am ഇടയാകും. imagining and confessing. ഞാൻ അത് സങ്കല്പിച്ചിട്ട് ഏറ്റുപറയൂ. I am see through the eyes of faith. ഞാൻ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ അത് കാണാനായി ശ്രമിക്കും. I am walking not by my sight but by my faith. എന്റെ കാഴ്ചയിലല്ല ഞാൻ ജീവിക്കാൻ ഇടയാകുന്നത്, പിന്നെയോ എന്റെ വിശ്വാസത്തിൽ ഞാൻ ജീവിക്കാൻ I ഇടയാകും. not walk by the sight but by the sight but by the faith. ഞാൻ നടക്കുന്നത് എന്റെ കാഴ്ചയിലൂടെ അല്ല, പിന്നെ വിശ്വാസത്തിന്റെ കാഴ്ചയിലൂടെ ഞാൻ നടക്കാൻ I ഇടയാകും. see by the faith. ഞാൻ കാണുന്നത് Oh, that is വിശ്വാസത്തിലൂടെയാണ്. happening. അത് ചില സംഭവിക്കാൻ ഇടയാകുന്നു. Maybe you take it wrongly or rightly, I don't know. I started to believe, oh, the Benz car is coming. Oh, the helicopter is coming. The flight is coming. New lands are coming. Also, new church is coming. Not next year and this year. And I so believe the lands are coming. Retreats are coming. Leaders are coming. Overflow is coming. I started to believe. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ കാണാനായി ശ്രമിക്കൂ. ഇതാ ബെൻസ് കാർ വരുന്നതായിട്ട് കാണോ, ഹെലികോപ്റ്റർ വരുന്നതായിട്ട് കാണോ, ഇതാ ഫ്ലൈറ്റ് വരുന്നതായി കാണോ, ഇല്ല പുതിയ ചർച്ചിന്റെ സ്ഥലം വരുന്നതായിട്ട് കാണോ. അത് അടുത്ത വർഷമല്ല, അത് ഈ വർഷം വരുന്നതായിട്ട് കാണോ. ഞാൻ പുതിയ ലീഡേഴ്സ് വരുന്നതായിട്ട് കാണോ. അടുത്ത ദൈവത്തിന്റെ സർവ്വമഹത്വങ്ങൾ ഞാൻ കാണാനിടയാകോ. I see, I'm prophesying another level in a level of forensic way. I am healing the dead person. I am healing and rising the dead person. I started to see. ഞാൻ കാണാനായി ശ്രമിക്കുക. ഞാൻ എന്റെ പ്രവചനങ്ങൾ വേറെ നിലവാരത്തിലായിരിക്കുന്നത് ഒരു ഫോറൻസിക് പ്രവചനങ്ങൾ പോലെ, ഒരു വെളിപ്പാടുകൾ പോലെ ഞാൻ അത് കാണാനായി ശ്രമിക്കുക. ഇതാ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ഞാൻ അത് കാണാനായി ശ്രമിക്കുക. ഞാൻ സൗഖ്യമാക്കുന്ന രീതികൾ അത് വ്യത്യസ്തമായിരിക്കുന്നത് ഞാൻ കാണാനായി ശ്രമിക്കുക. എന്റെ വിശ്വാസ കണ്ണിൽ ഞാൻ കാണാൻ തുടങ്ങും. എനിക്ക് ധനം ഉണ്ടാകുന്നു, എനിക്ക് ആരോഗ്യം ഉണ്ടാകുന്നു, ഞാൻ പ്രവചിക്കുന്നു, ഞാൻ ഫോറൻസിക്കായി പ്രവചിക്കുന്നു, മരിച്ചവരെ എഴുന്നേൽപ്പിക്കുന്നു. കാരണം ഇത് വെളിപ്പാട് വചനത്തിലൂടെ എനിക്ക് ലഭിച്ചതാണ്. See through the revelation of faith. ഞാൻ വിശ്വാസത്താൽ വെളിപ്പാടിലൂടെ അതിനെ കാണാൻ തുടങ്ങും. It will manifest right way. No one can stop it. അത് വെളിപ്പെട്ട് വരിക തന്നെ ചെയ്യും. ആർക്കും അതിനെ തടഞ്ഞു വെക്കാൻ സാധ്യമല്ല. Say with me. എന്നോടൊപ്പം പറഞ്ഞാട്ടെ. The Holy Spirit is resting upon me. പരിശുദ്ധാത്മാവ് എൻ്റെ മേൽ വസിക്കുന്നു. The power of the Holy Spirit is resting upon me. പരിശുദ്ധാത്മാവിന്റെ ശക്തി എൻ്റെ മേൽ വസിക്കുന്നു. The ability of God is resting upon me. ദൈവത്തിന്റെ കഴിവ് എൻ്റെ മേൽ വസിക്കുന്നു. So that അതുകൊണ്ട് I have a limitless life. അതുകൊണ്ട് എനിക്ക് പരിധിയില്ലാത്ത ഒരു ജീവിതമുണ്ട്. While I am in the limitless life, എന്തുകൊണ്ടാണ് ഞാൻ പരിധിയില്ലാത്ത ജീവിതത്തിലായിരിക്കുന്നത്? I am getting into my glorious life. കാരണം ഞാൻ മഹത്വകരമായ Glorious life is my present hour reality. മഹത്വകരമായ ജീവിതം എന്ന് പറയുന്നത് എന്റെ ഈ നിമിഷത്തെ യാഥാർത്ഥ്യമാണ്. I am getting into my inheritance. ഞാൻ എന്റെ അവകാശങ്ങളിലേക്ക് ഞാൻ കടന്നു ചെല്ലുകയാണ്. I am getting into my inheritance. ഞാൻ എന്റെ അവകാശങ്ങളിലേക്ക് കടന്നു ചെല്ലുകയാണ്. Unending victories. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. Unending opportunities. പരിധിയില്ലാത്ത അവസരങ്ങളിലേക്ക്. Unending success. പരിധിയില്ലാത്ത ജയത്തിലേക്ക്. I live in success. ഞാൻ വിജയത്തിൽ ജീവിക്കുന്നു. I hold this word. ഞാൻ ഈ വചനത്തെ മുറുകെ പിടിക്കുന്നു. I confess this word. ഞാൻ ദൈവിക വചനത്തെ ഏറ്റുപറയുന്നു. Imagine through this word. ഞാൻ ദൈവിക വചനങ്ങളെ I see സങ്കൽപ്പിക്കുന്നു. through this word. ഞാൻ ആ വചനത്തിലൂടെ അതിനെ കാണുന്നു. See through the faith of eyes of faith. ഞാൻ വിശ്വാസ കണ്ണിലൂടെ അത് And കാണാനിടയാകുന്നു. see through the revelation of faith. ഞാൻ വിശ്വാസത്തിന്റെ വെളിപ്പാടിലൂടെ അത് കാണാൻ I ശ്രമിക്കുന്നു. believe it will automatically manifest. ഞാൻ വിശ്വസിക്കുന്നു അതെന്റെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിക്കൊണ്ടേയിരിക്കും. This is the revelation God's given to me. ഇത് എനിക്ക് ദൈവം തന്ന വെളിപ്പാടാണ്. You know, when we are in the presence, we think this ways. നമ്മൾ ദൈവ സാന്നിധ്യത്തിലായിരിക്കും. When we are in the prayer, when you are in the church, we think this way. നമ്മൾ സഭയിലായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ ഇങ്ങനെ ചിന്തിക്കാൻ ഇടയാകും. Normal life, we are not think that way. നമ്മൾ സാധാരണ ജീവിതത്തിൽ നമ്മൾ അതൊന്നും ചിന്തിക്കത്തില്ല. So suddenly I ask Lord, I want to walk in the reality. I want to walk in the present hour reality. I want to walk in the glorious life. Lord, I want to see that.
ഞാൻ അതൊരു ദൈവത്തോട് പറയാനിടയായി, മഹത്വത്തിന്റെ യാഥാർത്ഥ്യത്തിൽ എനിക്ക് ജീവിക്കണം, ഈ സമയത്തുള്ള യാഥാർത്ഥ്യത്തിൽ എനിക്ക് ജീവിക്കാനിടയാകണം, അതെനിക്ക് കാണുവാനിടയാകണം. അതിന് ഞാൻ God asked me a question to me. എന്റെ ദൈവം എന്നോടൊരു ചോദ്യം ചോദിച്ചു. John, do you know one thing? Usually the people go to the pregnancy test after 1 month. ദൈവം എന്നോട് ചോദ്യം ചോദിച്ചു, സ്ത്രീകൾ പ്രഗ്നൻസി ടെസ്റ്റിന് പോകുന്നത് 1 മാസത്തിന് ശേഷമാണ്. That time the baby is already inside. ആ സമയത്ത് കുഞ്ഞ് അതിനകത്തുണ്ട്. When they test is positive, they say, I have a baby inside. പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി കഴിയുമ്പോൾ അവർ പറയാനിടയാകും, ആ കുഞ്ഞകത്തുണ്ടെന്ന്, എനിക്കൊരു കുഞ്ഞുണ്ടായി. No, when she knew I'm carrying a baby, a mindset of care started to control her. അവൾ എപ്പോഴാണോ ഒരു കുഞ്ഞ് തൻ്റെ ഉദരത്തിലുണ്ടെന്ന് മനസ്സിലാകുന്നത്, അവിടെ മാനസികാവസ്ഥ അതിനെ കെയർ ചെയ്യുന്ന രീതിയിൽ അതിനെ കൺട്രോൾ ചെയ്യാനായി തുടങ്ങും, നിയന്ത്രിക്കാൻ തുടങ്ങും. The baby is already here. കുഞ്ഞ് വയറ്റിനകത്തുണ്ട്, but she don't know. പക്ഷെ അവൾക്കറിയത്തില്ല. Before she don't know, she have no issues. അത് അറിയുന്നതിന് മുമ്പ് അവൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. When she know the baby is inside, എപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കുഞ്ഞ് ഉദരത്തിലുണ്ടെന്ന്, she started to walk slowly. ആ സമയം മുതൽ അവൾ പതുക്കെ നടക്കാനായി തുടങ്ങും. She know something heavy in my stomach. അവൾക്ക് മനസ്സിലാകാൻ തുടങ്ങും, എന്തോ ഒരു ഭാരം എന്റെ വയറ്റിനകത്തുണ്ടെന്ന്. She thinks that way. അവൾ അങ്ങനെ ചിന്തിക്കാനായി തുടങ്ങും. Really maybe is not there. അവിടെ അങ്ങനത്തെ ഒരു സാഹചര്യം ചിലപ്പോൾ ഉണ്ടായിരിക്കില്ല. She knows something is in my womb. അങ്ങനെ ഒരു ഭാരം ചിലപ്പോൾ ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ അവള് ചിന്തിക്കുക അവിടെ ഉദരത്തിനകത്ത് എന്തോ ഉണ്ട്, എന്തോ ഒരു ഭാരമുണ്ട്. It's already 1 month. അത് 1 മാസമേ She ആയിട്ടുള്ളൂ. never reckoned that. അത് തിരിച്ചറിയാൻ പോലും സാധ്യമായിരുന്നില്ല. But now she tested and know it. പക്ഷെ ഇപ്പോൾ അവൾ മനസ്സിലാക്കി. After she knew it, she started to walk slowly. അവൾ മനസ്സിലാക്കുന്ന മുമ്പ് ഒരു പ്രശ്നമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ അവർ മനസ്സിലാക്കിയതിന് ശേഷമോ അതിനെ കെയർ ചെയ്ത് വളരെ സൂക്ഷിച്ച് നടക്കാനായി തുടങ്ങി. That means she know, even she is not seeing that, she knows something is inside me. She walk accordingly. എന്ന് വെച്ചാൽ അവള് ഇതിന്റെ അകത്തുള്ളത് എന്താണെന്ന് അവൾ കാണുന്നില്ല, പക്ഷെ കാണാതെ തന്നെ അവൾക്ക് മനസ്സിലായ കാര്യത്തിനനുസരിച്ച് അവൾ നടക്കാനായി തുടങ്ങി, അവൾ സങ്കല്പിക്കാനായി തുടങ്ങി. She never see her baby in her stomach, in her womb. ഉദരത്തിനകത്തായിരിക്കുന്ന കുഞ്ഞിനെ അവൾ കണ്ടില്ല. But she walk accordingly. She think accordingly. The same way you have to think accordingly. The power of God is resting in me. അവളുടെ ഉദരത്തിനകത്തായിരിക്കുന്ന കുഞ്ഞിനെ അവൾ കണ്ണുകൊണ്ട് കണ്ടില്ല, പക്ഷേ മനസ്സിലാക്കിയ സമയം മുതൽ അവൾ അതിനെ ചിന്തിക്കാൻ തുടങ്ങി, അതനുസരിച്ച് നടക്കുവാനായി തുടങ്ങി. അതേപോലെ നിങ്ങളുടെ അകത്തായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയെ നിങ്ങൾ മനസ്സിലാക്കി ചിന്തിക്കുകയും നടക്കുവാനായി തുടങ്ങണം. He climbed the stairs very slowly now. അവൾ ഇപ്പോൾ വളരെ മെതുവെയാണ് കാലുകൾ വെക്കുന്നത്. Hallelujah. 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 He climbed the stairs very slowly now. അവൾ പതുക്കെയാണ് ചൂടുകൾ വെക്കുന്നത്. If she want to go to a hill, she refused to go inside. ആ മലയുടെ മുകളിൽ കയറി പോകാൻ ഒരു സാഹചര്യം വന്ന അവൾ പറയും, പറ്റത്തില്ല, ഞാൻ കയറത്തില്ലെന്ന് പറയും. She has full aware about her baby that is controlling her mindset. കാരണം എന്താണെന്നറിയാമോ, ആ കുഞ്ഞിനെ കുറിച്ചുള്ള അവയർനെസ് അവൾ കൂടിയിട്ട് അതാണ് അവളെ ഭരിക്കുവാനിടയാകുന്നത്. That's why Joshua chapter 1 verse 8 says, അതുകൊണ്ടാണ് യോശുവ 1:8 പറയുന്നത്, you never depart the word from your mouth. നിന്റെ വായിൽ നിന്ന് വചനത്തെ എടുത്തു മാറ്റരുത്. You have to meditate day and night. നീ രാവ് പകൽ അതിനെ ധ്യാനിക്കേണ്ടത് ആവശ്യമാണ്. Then you whatever you do, it will happen. Amen. എന്നാൽ നീ പറയുന്നത് എന്തും അത് സംഭവിക്കാനിടയാകും. That's what Psalm chapter 1 says. സങ്കീർത്തനം 1 പറയുന്നത്, if you are meditating the word day and night, നിങ്ങൾ രാവ് പകൽ ദൈവത്തിന്റെ വചനം ധ്യാനിച്ചാൽ whatever you do, it will happen. It will increase. എന്തെല്ലാം നീ ചെയ്യുന്നോ അത് സംഭവിക്കാനിടയാകും. Say with me, glorious life. മഹത്വകരമായ ജീവിതം is the present hour reality. അത് ഈ സമയത്തുള്ള യാഥാർത്ഥ്യമാണ്. Glorious life is present hour reality. മഹത്വകരമായ ജീവിതം എന്ന് പറയുന്ന ഈ സമയത്തെ യാഥാർത്ഥ്യമാണ്. Can I repeat once again? ഞാൻ ഒരിക്കൽ കൂടെ പറയട്ടെ. Come join us. The Holy Spirit is resting upon you. പരിശുദ്ധാത്മാവ് നിന്നെ മേൽ വസിക്കാനിടയാകുന്നു. If Holy Spirit is upon you, that means
the glorious spirit of glory is upon you. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ മഹത്വത്തിന്റെ ആത്മാവ് നിന്റെ മേൽ വസിക്കുന്നു. How you can separate the glorious life and you? എങ്ങനെയാണ് മഹത്വത്തിന്റെ ആത്മാവിനെ നിന്നെയും തമ്മിൽ വേർതിരിക്കാൻ Because സാധിക്കുന്നത്? he is resting you. കാരണം അവൻ നിന്റെ മേൽ വസിക്കുകയാണ് That ചെയ്യുന്നത്. means from that day you are getting into the glorious life. എന്ന് വെച്ചാൽ അവൻ നിന്റെ മേൽ വസിക്കാൻ തുടങ്ങുന്ന ആ സമയം മുതൽ നീ മഹത്വകരമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുക ചെയ്തത്. Say with me, the glorious life is my present hour reality. എന്നോടൊപ്പം പറഞ്ഞാട്ടെ, മഹത്വകരമായ ജീവിതം എന്ന് പറയുന്ന ഈ നിമിഷത്തെ യാഥാർത്ഥ്യമാണ്. Because the Holy Spirit is resting in me. കാരണം പരിശുദ്ധാത്മാവ് എന്റെ മേൽ വസിക്കുന്നു. കേൾക്കുന്ന ദൈവവചനത്തെ അതിനെ ഇമാജിൻ ചെയ്യണം, അതിനെ കാണണം, കൺഫസ് ചെയ്യണം. കർത്താവിനോട് സംസാരിച്ച ദൈവിക വാക്തത്വങ്ങളെ, ദൈവിക അനുഭവങ്ങളെ അതിനെ കാണുവാനും കൺഫസ് ചെയ്യുവാനും തുടങ്ങുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ അതിലായിരിക്കുന്ന ഒരു വ്യക്തി പ്രസൻറ്റ് അവർ റിയാലിറ്റിയെ അല്ലെങ്കിൽ ആ അവകാശത്തെ അനുഭവിക്കുവാൻ തക്കോണമിടയാകും. നിങ്ങൾ ഓരോരുത്തരും അങ്ങനെ ആകട്ടെ. നിങ്ങളായിരിക്കുന്ന വീടുകളിൽ ദൈവത്തിൻ്റെ മഹത്വം ചലിക്കട്ടെ. സൂപ്പർ നാച്ചുറലായ ചിലത് നിങ്ങൾക്ക് കാണുവാൻ കഴിയട്ടെ. നമുക്കിനി ചില സാക്ഷ്യങ്ങളിലേക്ക് പോകാം. സിസ്റ്ററെ, നിരന്തരമായി നമ്മെ വഴി നടത്തുന്ന കർത്താവ് തൻ്റെ ജീവിതത്തിൽ നിരന്തരമായി ചെയ്തിരിക്കുന്ന അത്ഭുതങ്ങളുടെ ഒരു കൂട്ടം സാക്ഷ്യവുമായിട്ടാണ് ഈ സിസ്റ്റർ നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്. ഈ സിസ്റ്ററിൻ്റെ പേര് സ്വപ്ന സജീവ്, വെണ്ണിയൂർ എന്ന സ്ഥലത്ത് നിന്നാണ് വരുന്നത്. വിവാഹം കഴിഞ്ഞ് ആത്മീയ ആരാധനകളിൽ പങ്കെടുക്കുന്നതിന് തൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടക്കേടുണ്ടായിരുന്നു. തനിക്ക് ഈ ചർച്ചിൽ അതുകൊണ്ട് വരാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ തൻ്റെ അടുത്ത റിലേറ്റീവ് ഈ ചർച്ചിൽ വരുന്നു എന്നറിഞ്ഞപ്പോൾ അവരോടൊപ്പം പോയിക്കൊള്ളുവാൻ അനുവാദം കൊടുത്തുവെങ്കിലും ഇറങ്ങുന്നതിന് മുന്നേ എല്ലാ ദിവസവും വീട്ടിൽ സംസാരമുണ്ടാകും, വഴക്കുണ്ടാകും. എന്നാൽ 2 മാസങ്ങൾക്ക് മുമ്പ് ജോൺ ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ചർച്ചിൽ ആരാധനയ്ക്ക് കടന്നു വരുമ്പോൾ വീട്ടിൽ സംസാരമുണ്ടാകുന്നവർ എഴുന്നേറ്റ് നിൽക്കുക, കൈ ഉയർത്തുക, നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കും, കർത്താവിൻ്റെ സന്ദർശനം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു. സിസ്റ്റർ എഴുന്നേറ്റ് നിന്ന് കൈ ഉയർത്തി. ബ്രദർ ആ സമയം പ്രാർത്ഥിച്ചു. സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് അന്നേ ദിവസം കർത്താവിൻ്റെ സന്ദർശനമുണ്ടായി. താൻ വിളിക്കാതെ തന്നെ കോഴിക്കോട് ജോലിയിലായിരിക്കുന്ന ഹസ്ബൻഡ് നാട്ടിലുള്ളപ്പോൾ സിസ്റ്ററിനോടൊപ്പം ചർച്ചിൽ വരികയും വളരെ സന്തോഷത്തോടുകൂടെ കൂട്ടായ്മകളിൽ പങ്കെടുക്കുവാൻ അനുവദിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. വിവാഹത്തിന് ശേഷം വിടത്തില്ലായിരുന്നു, പ്രയാസമായിരുന്നു. എന്നാൽ ഇന്ന് അനുഗ്രഹിക്കപ്പെട്ടൊരു സാക്ഷ്യം പറയാം. ഈ സിസ്റ്റർ നിമിത്തം തൻ്റെ ഹസ്ബൻഡും കൂടെ ദൈവത്തെ അറിയാനിടയായി. ജീവിക്കുന്നൊരു ദൈവത്തെ എങ്ങനെയാണ് നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നത്? നമ്മൾ അനുഭവിച്ച യാഥാർത്ഥ്യത്തെ എങ്ങനെയാണ് നമുക്ക് മറന്നു കളയാൻ കഴിയുന്നത്? ഒരാളെയും കൂടെ രക്ഷിക്കാൻ കർത്താവ് കൃപ കൊടുത്തു, ആ വീട്ടിൽ സമാധാനത്തെ കൊടുത്തു. ദൈവം ചെയ്തതിനെ ഒന്ന് കരങ്ങളെ അടിച്ച് സ്തുതിച്ചാട്ടെ. താങ്ക് യു ജീസസ്. മറ്റൊരു വലിയ സാക്ഷ്യം, സിസ്റ്റർ കോവിഡ് വാക്സിൻ 2nd ഡോസ് എടുത്തതിന് ശേഷം സിസ്റ്ററിന് ബ്ലഡിൽ അലർജി ഉണ്ടായി. തുടർന്ന് ചുമയും ശ്വാസമുട്ടലുമായി. ദിവസവും 2 പ്രാവശ്യം ഇൻഹെയിലർ ഉപയോഗിക്കണമായിരുന്നു. ഡോക്ടേഴ്സ് പല ടെസ്റ്റുകൾ ചെയ്തു. ഇത് കംപ്ലീറ്റ് മാറിപ്പോകത്തില്ല, ഈ അലർജി ബ്ലഡിൽ നിന്ന് പോകത്തില്ല, എന്നും കൂടെ കാണുമെന്ന് പറഞ്ഞു. കൂടാതെ 2 തവണ ഇൻഹെയിലർ എടുക്കുമ്പോഴും ചുമ കുറഞ്ഞില്ല എങ്കിൽ അടുത്തുള്ള ക്ലിനിക്കിലോ ഹോസ്പിറ്റലിലോ പോയി 3 നേരം ആവി കൊള്ളണമെന്ന് പറഞ്ഞു. സിസ്റ്ററിന് വളരെ ബുദ്ധിമുട്ടായി. എന്നാൽ സിസ്റ്റർ ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത് 2024 മെയ് മാസം നമ്മുടെ ഡെലിവറൻസ് ക്യാമ്പിൽ പങ്കെടുത്തു. ഡോക്ടേഴ്സ് അസാധ്യമെന്ന് പറഞ്ഞെടുത്ത് കർത്താവ് സകലവും സാധ്യമാക്കി. രോഗത്തിൽ നിന്ന് പൂർണ്ണ വിടുതൽ നൽകി. അന്നു മുതൽ ഇന്ന് വരെ സിസ്റ്റർ ചുമച്ചിട്ടില്ല, ശ്വാസമുട്ടൽ ഉണ്ടായിട്ടില്ല, ഇൻഹേലർ ഉപയോഗിച്ചിട്ടില്ല, ഒരു അലർജിയും ഇല്ല എന്നാണ് ഇപ്പോൾ സാക്ഷ്യപ്പെടുത്തുന്നത്. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. അല്ലെങ്കിലും അസാധ്യം എന്ന് പറയുമ്പോൾ ദൈവമക്കൾക്ക് മനസ്സിലാവും ഇത് എൻ്റെ കർത്താവ് ചെയ്യാനുള്ള അത്ഭുതമാണ്. സിസ്റ്റർ എന്ന് പറഞ്ഞാട്ടെ. കണ്ടിന്യൂസ് ആയിട്ട് ചുമച്ച് എത്ര നാൾ അങ്ങനെ പ്രയാസം ഉണ്ടായിരുന്നു? ഏതാണ്ട് 1 വർഷത്തോളം. 1 വർഷത്തോളമായിട്ട് അലർജി ഭയങ്കര ഹൈ ആയിരുന്നു. അത് മാത്രമല്ല, എനിക്ക് AC-യോ ഫാനോ ഒന്നും ഉപയോഗിക്കാൻ പറ്റില്ല. ഒന്നും ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ നല്ല ബുദ്ധിമുട്ടി. രാത്രി പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളപ്പോഴത്തേക്ക്. ഇപ്പൊ പരിപൂർണമായിട്ട് മാറി, അലർജി ഇല്ല, ഒന്നുമില്ല. ആമേൻ. കർത്താവ് കൊടുത്ത സൗഖ്യത്തിനായിരുന്നു സ്തോത്രം ചെയ്താട്ടെ. താങ്ക് യു ജീസസ്. ആമേൻ.
ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾക്കായി നന്ദി പറയാം. ദൈവത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്കായി നന്ദി പറയാം. ചിലരുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന അത്ഭുതം എന്ന് പറയുന്നത് അവരുടെ ജീവനോളം വിലയുള്ളതാണ്. മരണത്തിൽ നിന്ന് പിടിച്ചു കയറ്റിയതാണ്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് അവസാനം വരെയും നമ്മളെ കൊണ്ടു നടക്കുവാൻ തക്കവണ്ണം ബലമുള്ളൊരു കരമുണ്ടെന്ന് എന്നോട് വിളിച്ചു പറയുന്നതാണ്. എന്നെ കാണുന്ന ഓരോ കുടുംബങ്ങളും കർത്താവിൻ്റെ കരങ്ങളിലാണ് ആയിരിക്കുന്നതെന്ന ബോധത്തിലായിരുന്നാട്ടെ. നമുക്കൊരു നിമിഷം കണ്ണുകളെ അടയ്ക്കാം. കർത്താവെ, എന്നെ കാണുന്ന വ്യക്തികളിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ നിറവ് ചലിക്കട്ടെ അപ്പാ, നിറവ് ചലിക്കട്ടെ അപ്പാ. കർത്താവിൻ്റെ കരങ്ങൾക്കുള്ളിലാണ് താൻ ആയിരിക്കുന്നതെന്നുള്ള ചിന്തയും സ്വപ്നവും അപ്പോൾ അനുഭവങ്ങൾ കൊണ്ട് ഈ കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ, ഈ കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ, ഈ കുടുംബങ്ങൾ നിറയട്ടെ അപ്പാ. ഈ വ്യക്തികളിൽ ആ നിറവുണ്ടാകട്ടെ, അത്ഭുതമുണ്ടാകട്ടെ അപ്പാ. അതവരെ കൺട്രോൾ ചെയ്യട്ടെ അപ്പാ. വായിച്ച ദൈവവചനം അവരെ കൺട്രോൾ ചെയ്യട്ടെ, കേട്ട ദൈവവചനം അവരെ കൺട്രോൾ ചെയ്യട്ടെ അപ്പാ. ദൈവത്തിൻ്റെ കൃപ കർത്താവെ ഓരോ ദിവസവും ഓരോ മിനിറ്റുകളിലും അവർ അനുഭവിക്കട്ടെ അപ്പാ. ആ മണിക്കൂറിൽ താൻ എന്താണോ അവകാശം ആക്കേണ്ടത് അത് അവകാശമാക്കണമപ്പാ. താൻ എന്താണോ ദൈവത്തിൽ നിന്ന് അനുഭവിക്കേണ്ടത് അത് അനുഭവിക്കണമപ്പാ. ആ നന്മകളെ അപ്പാ, ആ ആത്മീയവും ഭൗതികവുമായ എല്ലാ കാര്യങ്ങളിലും കർത്താവേ നിൻ്റെ കൃപ ചലിച്ചിരിക്കാൻ നന്ദി പറയുന്നു കർത്താവേ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവെ, വിദേശത്തായിരിക്കുന്ന തൻ്റെ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വീട് കാണാം. ആ വീട് വേദനയിലായിരിക്കുന്നത് മകളുമായിട്ടുള്ള കോണ്ടാക്റ്റ് ശരിയായ വിധത്തിലില്ല. എനിക്ക് മനസ്സിലായത് വിവാഹം കഴിയാത്തൊരു വ്യക്തി, ഒരു യൗവനക്കാരിയാണ്. നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു കർത്താവേ. അപ്പോൾ ആ വീടിനെ സന്ദർശിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം അപ്പാ. ആ മകളുടെ മേൽ നിൻ്റെ പ്രവൃത്തി ഉണ്ടാകണം, ആ മകളുടെ മേൽ നിൻ്റെ കൃപ ചലിക്കണം അപ്പാ. ദൈവത്തിൻ്റെ സ്നേഹം ചലിക്കട്ടെ അപ്പാ, ദൈവത്തിൻ്റെ അനുഭവം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ നിറവ് ചലിക്കട്ടെ അപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, കുടുംബങ്ങളിൽ അത്ഭുതങ്ങളുണ്ടാകണമപ്പാ, അത്ഭുതങ്ങളുണ്ടാകണമപ്പാ, അത്ഭുതങ്ങളുണ്ടാകണമപ്പാ. ശകരം ധരേക്കളു. താങ്ക് യു ജീസസ്. ആമേൻ. ഒരു സ്റ്റിച്ച് ഇട്ടതിനെ തുടർന്ന് സ്റ്റിച്ച് അത് കോംപ്ലിക്കേഷനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് തൊടുന്നത് കാണാം. നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അവിടുന്ന് കൊടുക്കുന്ന സൗഖ്യത്തിനായി നന്ദി പറയുന്നു അപ്പാ. അത് ഉണങ്ങട്ടെ അപ്പാ. ഭയമുളവാക്കുന്ന സാഹചര്യം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകണമപ്പാ. അവിടുത്തെ അത്ഭുത കരം ചലിക്കണം കർത്താവേ, അവിടുത്തെ അത്ഭുത കരം ചലിക്കണമപ്പാ. കർത്താവേ, മരണം പറയുന്ന അല്ലെങ്കിൽ ഭയമുളവാക്കുന്ന സാഹചര്യം മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ അപ്പാ. നിൻ്റെ കൃപയ്ക്ക് നന്ദി പറയുന്നു യേശുവേ, നന്ദി പറയുന്നു കർത്താവേ, നന്ദി പറയുന്നു കർത്താവേ. ഹാലോ റൂഷികരം ധരേക്കലു. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. കർത്താവേ, അതേപോലെ എനിക്ക് വേറൊരു വ്യക്തിയെ കാണാം. ആ വ്യക്തി കർത്താവിനെ അറിയുന്നൊരു വ്യക്തിയാണോ എന്നറിയത്തില്ല. പക്ഷെ താനായിരിക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യം ഒന്നിലും വിശ്വാസമില്ലാത്ത പോലത്തെ ഒരു സാഹചര്യത്തിലാണ്, മനസ്സുകൊണ്ട് തകർന്നു പോയൊരു അനുഭവത്തിലായിരിക്കുന്നത്. എന്നാൽ കർത്താവ് ആ കുടുംബങ്ങളെ കരുതുന്നത് കാണാം. ആ വ്യക്തിയോട് സംസാരിക്കുന്നത് കാണാം, ദൈവത്തിൻ്റെ അനുഭവത്തെ പങ്കുവെക്കുന്നത് കാണാം. നന്ദി പറയുന്ന യേശുവേ. ഹാലോ റൂഷേ കോലോ ധുറു. നന്ദി യേശുവേ, നന്ദി കർത്താവേ. കുടുംബങ്ങളിൽ അവിടുത്തെ മഹത്വം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ അത്ഭുതം ചലിക്കട്ടെ അപ്പാ, അവിടുത്തെ ശ്രേഷ്ഠത ഉണ്ടാകട്ടെ അപ്പാ. എന്നെ കാണുന്ന കുടുംബങ്ങളിൽ അപ്പാ, വ്യക്തികളിൽ കർത്താവേ, ദൈവിക അനുഭവങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വരട്ടെ. ഇവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ ദൈവത്തിൻ്റെ കൃപ ചലിക്കുന്നവർ അനുഭവിക്കട്ടെ അപ്പാ. സ്വർഗീയ പിതാവേ, നിങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവിൻ്റെ സ്നേഹത്തിലും നിറവിലും നമുക്കായിരിക്കാം. ഗോഡ് ബ്ലെസ് യു.